പ്രവാസി വോട്ടിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രവാസി വോട്ട് ഏത് തരത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിരിക്കുന്ന നിലപാട് ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. 6A ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള നിർദ്ദേശം ഇതിനു മുൻപ് നൽകിയത് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ BLOമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുമില്ല. ഇതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത്. 6A ഫോം പൂരിപ്പിച്ച് അത് നാട്ടിലേക്ക് എത്തിക്കുക, അതിനുശേഷം അത് BLOമാരെടുത്ത് കൊടുത്തിട്ട് അതിന് അനുമതി വാങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ അവർക്ക് നിർദ്ദേശം നൽകാത്ത കാരണത്താൽ അവർക്കത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഓൺലൈൻ വഴി ഡയറക്റ്റായിട്ട് തന്നെ പ്രവാസി വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. ആ പ്രവൃത്തി പരമാവധി പ്രവാസികൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇലക്ഷൻ കമ്മീഷൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വേണ്ടത്ര രീതിയിലുള്ള പ്രചാരം പ്രവാസികൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അവർ യഥാർത്ഥത്തിൽ ആശങ്കയിലാണ് ഏത് തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ചില പ്രവാസികൾക്ക് ന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ ചിലർക്ക് അത് കിട്ടിയിട്ടില്ല. ന്യൂമറേഷൻ ഫോം ലഭിച്ച പല പ്രവാസികളും വിദേശത്താണ്. അപ്പോൾ അവർ ഈ പ്രവാസി വോട്ടിന് അപേക്ഷിച്ചാൽ ഏത് അവസ്ഥയാണ് വരിക എന്നും പറയാൻ പറ്റില്ല. വിദേശത്തുള്ള ന്യൂമറേഷൻ ഫോം ലഭിച്ച പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫോം പൂരിപ്പിച്ച് ഒരു ഹിയറിങ്ങിൻ്റെ സമയം എത്തുന്ന സമയത്ത് പ്രവാസിയാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ പുറത്താകും. നാട്ടിൽ ന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവാസി വോട്ടിന് അപേക്ഷിക്കുകയും ചെയ്യില്ല. യഥാർത്ഥത്തിൽ പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയിലാണ്. അവിടെയും ഇവിടെയും വോട്ടില്ലാത്ത രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ന്യൂമറേഷൻ ഫോം ലഭിച്ച ഒരാൾ ആ ഫോം തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഥവാ ഓൾറെഡി ന്യൂമറേഷൻ ഫോം ലഭിച്ചു, അത് പൂരിപ്പിച്ച് നൽകിയിട്ടില്ലെങ്കിൽ അടുത്ത ഡിസംബർ 8-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന രണ്ടാം ഘട്ട ഈ ന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരെ ഉൾക്കൊള്ളിക്കുകയുമില്ല. അപ്പോൾ ഒന്നുകിൽ അവർ മരണപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്തതായിട്ടോ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോഴും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് BLOമാർക്ക് ഒരു കൃത്യമായിരിക്കുന്ന നിർദ്ദേശം കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ BLOമാർക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഒരു മാസം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. കഴിഞ്ഞ വർഷം, അതായത് 2002 കാലഘട്ടത്തിൽ ഇതേ ന്യൂമറേഷൻ സംവിധാന കാര്യങ്ങൾ വന്നപ്പോൾ അതിന് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സാവകാശം വളരെ എളുപ്പത്തിലും ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിലും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ചെയ്തുകൊണ്ട്, അതായത് എത്രയും വലിയ ഏകദേശം ഒരു 750,000-ഓളം വീടുകളിൽ കയറേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും ആളുകളെ കണ്ടുമുട്ടേണ്ടി വരും. അവരെ ഒരു മാസത്തിനിടയിൽ കണ്ടുമുട്ടുക, അവരെ കയ്യിൽ ന്യൂമറേഷൻ ഫോം നൽകുക, അത് ഫില്ല് ചെയ്ത് തിരിച്ചു വാങ്ങുക, പിന്നെ അതിനുശേഷം അവരുടെ ഇലക്ഷൻ്റെ ഈ സിസ്റ്റത്തിൽ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ BLOമാർ കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് BLOയിൽപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വന്നു, ജോലിയിൽ നിന്ന് രാജിവെച്ച വിവരം പുറത്തു വന്നു, മാനസിക സമ്മർദ്ദത്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു സമ്മർദ്ദ രീതിയായിട്ട് യഥാർത്ഥത്തിൽ ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൽ സങ്കീർണമായിരിക്കുന്ന വിഷയം. ഒരു കൃത്യമായിരിക്കുന്ന വിവരകാര്യങ്ങൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലും പ്രവാസി വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു പാസ്പോർട്ട് അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. പാസ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പ്രവാസി വോട്ട് വേണ്ടത്, അത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് ഹിയറിംഗ് വരുന്ന സമയത്ത് ഉള്ള വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഹിയറിംഗ് 2 തലത്തിലാണ് ഇതിന് മുൻപുണ്ടായത്. അതിലൊന്ന് ഓൺലൈൻ വഴി ഹിയറിംഗ്, അതായത് വീഡിയോ കോൺഫറൻസ് വഴിയോ സൂം പോലെയുള്ള മീറ്റിംഗ് വഴിയോ ഏത് പ്രദേശത്താണ് ആൾ ഉള്ളത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു ഹിയറിംഗ് നടത്താനുള്ള സാധ്യത ഉണ്ട്. അതവർ ഇതിനു മുൻപ് പറയപ്പെട്ടതാണ്. അതിന് തുടർച്ചയാണ് ഇപ്പോഴും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് വേണ്ട വിധം പ്രവാസികളിലേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പുറത്താവാനുള്ള സാധ്യത പ്രവാസികൾക്കാണ്. അതിൻ്റെ കാര്യം ഗൗരവപരമായിരിക്കുന്ന ഒരു
ഒരു താല്പര്യം ഈ വിഷയത്തിൽ പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബോധനം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാസ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അത് വേണ്ട വിധം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതിയും നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആശങ്കയാണ്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആശങ്കയാണ്. ആ ഒരു തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വാദം കേട്ടു എന്നല്ലാതെ ഒരു സ്റ്റേ കാര്യത്തിലേക്ക് സുപ്രീം കോടതി നീങ്ങിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഹാജരായിട്ടില്ലെന്നും അവർ കക്ഷിയായതുകൊണ്ട് അവർ ഹാജരായതിന് ശേഷം മാത്രമാണ് തീരുമാനം എടുക്കാൻ സാധിക്കുക എന്ന് പറയുകയാണ്. 26-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്ന ഒരു നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്തും ഒരു ആശ്വാസപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ പട്ടിക ഈ ന്യൂമറേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പും വിമർശനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് സമാനമായിരിക്കുന്ന സാഹചര്യം ഒരു പക്ഷേ ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സുപ്രീം കോടതിയും കൈവിട്ട രീതിയിലാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. 26-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് വിവരം പുറത്തു വന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഹാജരായിട്ടില്ലെങ്കിൽ അടുത്ത ഘട്ടം എന്താവും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകരൊക്കെ വളരെ പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നിർബന്ധമായ രീതിയിലും ഈ ന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. അതില്ലാത്തവർ നാട്ടിലാണെങ്കിൽ പുതിയ വോട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. അത് പ്രവാസിയാണെങ്കിൽ പ്രവാസി വോട്ടിന് വേണ്ടി അപേക്ഷിക്കണം. ഇത് നിർബന്ധമായ കാര്യമാണ്. ഇതിപ്പോൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് കരട് വോട്ടർ പട്ടിക ഡിസംബർ 8-ാം തീയതിയോടുകൂടി പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം വോട്ടർ ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടില്ല, ഈ ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റ് എത്ര പേര് ചേർന്നിട്ടുണ്ട്, ന്യൂമറേഷൻ എത്ര ആൾ പൂരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതിലേക്ക് കയറുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ കാര്യം അവനവന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇത് മാറുമോ എന്ന് ചോദിച്ചാൽ മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആസാമിൻ്റെയും ബീഹാറിൻ്റെയും കാര്യമൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറെക്കുറെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിസ്സാരമായി വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുക, ഐഡൻറ്റി കാർഡ് ഉണ്ടാവുക എന്നതിനപ്പുറമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഉള്ള വ്യക്തിയാണ് എന്ന് തെളിയിക്കാൻ കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തള്ളുന്നതിനപ്പുറം ഗൗരവകരമായിരിക്കുന്ന നമ്മുടെ വിഷയമായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മുന്നേറ്റം നടത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ഇതിനാൽ ഉണ്ടാകും എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ BLOമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേൽഭാഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനപ്പുറമായ രീതിയിൽ നിയമപരമായിരിക്കുന്ന കാര്യത്തിനൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഒരു പക്ഷേ ഈ കരട് വോട്ടർ പട്ടിക അല്ലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവനവൻ മാത്രം പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മുടെ പേര് വന്നിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പരാതി നൽകുക, പിന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുക, അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സംസ്ഥാന ഈ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുക, അവിടെ നിന്നും യാഥാർത്ഥ്യമാവുന്നില്ലെങ്കിൽ പിന്നെ കോടതിയിൽ പോവുക. ഈ പ്രവൃത്തികളെല്ലാം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മാത്രമാണ്. സംഘം ചേർന്ന് കൂട്ടായ്മയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതി വളരെ കൂടുതലാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പുതിയതായി വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ ഐഡൻറ്റി കാർഡ് അടിസ്ഥാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആധാർ കാർഡാണ് അടിസ്ഥാനം. ആധാർ കാർഡും നമ്മുടെ താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ പുതിയ വോട്ട് ചേർക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം. ഐഡൻറ്റി കാർഡ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വോട്ട് ചേർക്കും എന്നൊക്കെ ആവശ്യപ്പെട്ട് പല അഭിപ്രായങ്ങളും പല സംശയങ്ങളും പ്രവാസികൾക്കുണ്ടാവാറുണ്ട്, മറ്റ് സാധാരണക്കാർക്കും ഉണ്ടാവാറുണ്ട്. അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നാട്ടിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വോട്ടുണ്ടാക്കാൻ പറ്റും. പ്രവാസിയാണെങ്കിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ വോട്ടുണ്ടാക്കാൻ പറ്റും. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വളരെ സിമ്പിളായ രീതിയിൽ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊരു ഗൗരവത്തിലെത്തിയാൽ, ഒരു സീരിയസ് മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രതീക്ഷിച്ച പോലെ അല്ലെ വിചാരിച്ച പോലെ വോട്ടർ ലിസ്റ്റിൽ ഇടം തേടുക എന്നുള്ളത് ശ്രമകരമാണ്. 50,000 മുതൽ 1.5 ലക്ഷം വരെ ആളുകൾ ഇപ്പോഴും ബീഹാറിൽ വോട്ടർ ലിസ്റ്റിന് പുറത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഇതിൻ്റെ ഗൗരവം
കൃത്യമായ രീതിയിൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.